ഇന്നത്തെ ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറയാം. അയ്യോ അതങ്ങനെയല്ലല്ലോ, വെയിറ്റ് ചെയ്യാം ഗൈസ്. ജീവിതത്തിൽ ജയിച്ചവൻ്റെ മോട്ടിവേഷൻ മാത്രം കേൾക്കരുത്, തോറ്റവൻ്റെ മോട്ടിവേഷനും കേൾക്കണം. കാരണം വിജയത്തിൽ നിന്ന് മോട്ടിവേഷൻ പറഞ്ഞവൻ്റെ മോട്ടിവേഷന് വലിയ പ്രാപ്തിയില്ലെങ്കിലും തോറ്റതിൽ നിന്ന് ജയിക്കാനുള്ള ഒരു 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 ഇതുകൊണ്ട് എന്നിട്ട് തന്നെ പറയാ ബീജമിടറാ. ഓക്കെ ഗൈസ്, ജീവിതത്തിൽ വിജയിച്ചവൻ്റെ മോട്ടിവേഷൻസ് മാത്രം കേട്ട് ജീവിതത്തിലെ നയിക്കാതിരിക്കുക. തോറ്റവൻ്റെ മോട്ടിവേഷനും കേൾക്കുക. കാരണം ജയിച്ചവന് എന്തുവരെന്ന് പറയാം, അവൻ ജയിച്ചു. പക്ഷേ തോറ്റവൻ അങ്ങനെയല്ല. തോറ്റലിൽ നിന്നും വിജയിക്കാനുള്ള ശ്രമത്തിൻ്റെ ചവിട്ടുപടികളായിരിക്കും അവൻ മോട്ടിവേഷനായിട്ട് പറയുക. സോ അത് നിങ്ങൾ ഏറ്റുകൊള്ളണം. അതുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരും. ഇവനാരടാ എന്നെക്കാട്ടി വലിയ മോട്ടിവേറ്ററാ? നിന്റെയൊക്കെ കമന്റ് ചേട്ടാ ബോട്ടിനൊക്കെ ഒന്നും മെസ്സ് കാണിക്കുന്നു എന്ന് പറഞ്ഞ് നിന്റെയൊക്കെ ഉള്ള കമന്റ് കേട്ടോ ഞാൻ മടുത്തു. അതുകൊണ്ട് ഞാൻ സോളോസ് സ്ക്വാഡ് റാങ്ക്ഡ് കളിക്കാൻ പോവുക. ഇതെൻ്റെ 36ാമത്തെ മാച്ചാണ്. 35 മാച്ച് ഞാൻ പൊട്ടി, അത് വേറെ കാര്യം. ഞാൻ എല്ലാം ടോപ്പ് 5-ൽ 8-9 കില്ലെടുത്തിട്ടാണ് കളിച്ച്. പോയി അടിക്കാൻ വേണ്ടി പറ്റാത്തോണ്ട് മാത്രം ഗെയിം ഡബ്ല്യൂ അടക്കാത്ത. ഇനി ഞാനങ്ങനെ ആ മാച്ച് കളിച്ച് കുറച്ച് തോറ്റിട്ടാണേലും കുറച്ച് കില്ലെടുത്ത് എന്തെങ്കിലുമൊക്കെ കളിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടാ ആ കൊന്ന ബോട്ടിനെ അല്ലേ. ഇതിനകത്ത് ഹെവനെങ്കിൽ ബോട്ടെന്ന് പറഞ്ഞ കമന്റ് ഇടണം. നിന്നെയൊക്കെ അടിച്ച് നിന്നെയൊക്കെ ഇനി കമന്റ് കൊണ്ടുവന്നിട്ടാ നീ ഒന്നും പഠിക്കണ്ടെന്ന് ഞാനങ്ങ് മനസ്സിൽ വിചാരിക്കും. മനസ്സിലായി? ഞാൻ കമന്റ് പോലും ഇടത്തില്ല. നീ ഒന്നും പഠിക്കണ്ട. ഹാപ്പി അല്ലേ? സോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ് വീഡിയോ തുടങ്ങും മുമ്പ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഗൈസ് അത് മഴയുടെയാണ്. മാക്സിമം ഞാൻ ഡി നോയ്സ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം ഗൈസ്. ഓക്കെ, ഇതെന്താ സാധനം മുടിയോ? നിന്റെ അടുത്താരുടെ ഓക്കെ സെറ്റ്. സോ ഗൈസ് അപ്പോൾ ഒരു 1v4 ഫ്രീ ഫയർ റാങ്ക്ഡ് മാച്ച് നമ്മൾ കളിക്കാൻ പോകുന്നത്. സോ എൻ്റെ കഴിഞ്ഞ മാച്ചിലൊക്കെ ഒരുപാട് ഒരു കമന്റ് ഇട്ടായിരുന്നു, ബോട്ടിനൊക്കെ കൊല്ലാൻ ഉളുപ്പുണ്ടോടാ എന്നൊക്കെ കുറച്ച് അന്തസ്സുള്ള ബോട്ടിനൊക്കെ ഒന്ന് പോയി അടിക്കാൻ. സോ അതുകൊണ്ട് ഈ ഒരു മാച്ച് നമ്മൾ റാങ്ക്ഡാണ് കളിക്കാൻ പോകുന്നത്. അതും ബോട്ടിനെ എന്താ കിടിലം പ്ലേസിനെ ഞാനിവിടെ കൊന്നെറിഞ്ഞത് നിനക്കൊന്നും അറിയോ? നീ ഇത് കണ്ടു നോക്കുക. അപ്പം തന്നെ ലൈക്കിന് അടിച്ചേക്കാം. സോ ഞാൻ നേരെ പീക്കിലിറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഞാനും കഴിഞ്ഞ മാച്ചിൽ ഒരു 36 മാച്ച് കളിച്ചിട്ട് 35ാമത്തെ മാച്ച് പൊട്ടി. 36ാമത്തെ മാച്ചാണിത്. ഈ ഒരു മാച്ചിനകത്ത് ഞാൻ ഇറങ്ങിയ ടൈമിൽ തന്നെ പീക്കിൽ എനിമിയെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നേരെ ഏജ് എടുത്ത് അടിച്ചവൻ്റെ തല പൊട്ടി ഞാൻ വേണ്ട. പക്ഷേ നല്ല ഡാമേജ് കൊടുത്തു. സോ തെറ്റില്ല, പക്ഷേ എങ്കിലും ഞാൻ നല്ല ഡാമേജ് കൊടുത്ത കേസ്. ഇതിനകത്തൊരു മെയിൻ പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ഏവനെങ്കിലും അടിച്ചിരിക്കുമ്പോൾ തന്നെ തെക്കിന്ന് അടിച്ച് അവനെ വടക്കിലോട്ട് ആരെങ്കിലും എടുക്കില്ല. ഇപ്പം ഞാൻ വേറെ ആരെങ്കിലും സ്കോഡിന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നല്ല അന്തസ്സായിട്ട് 1v4 കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടിഞ്ഞേരുന്ന ഏവനെങ്കിലും അടിച്ച് എൻ്റെ മേപ്പോട്ട് എടുക്കും കേസ്. ഞാൻ എന്താക്കാനാണ് ഒരു 1v4 ആണിത്. സോ നേരെ അവിടെ അത്യാവശ്യം ആ ഒരു കില്ല് അടിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് കുമ്മനം പോയി. സോ നേരെ വന്നിട്ട് അതൊരു കുമ്മനം കില്ലായിരുന്നു, പക്ഷെ അതെടുക്കാൻ നേരത്തെ കുമ്മനം പോയി. സോ നേരെ വന്ന് ഫ്രണ്ടിൽ 2 ന്യൂസിനെ ചാടി ഓടി വന്ന് ഞാൻ അടിച്ചാൽ നോക്കാൻ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. സോ അവൻ്റെ ടീം വന്നു, അവനും നല്ല ഡാമേജ് കൊടുത്തു. പക്ഷേ 2 പേര് ഞാൻ ആക്ച്വലി അടിച്ച് നോക്കാക്കി അവർ കില്ല് കംപ്ലീറ്റ് ആക്കി. സോ അവൻ്റെ ടീം വരുമ്പോൾ നമുക്ക് ഇവിടെ ഓടണം. കഞ്ഞി എടുക്കട്ടെ മനോഹരേട്ടാ? കാരണം 1v4 ആയതുകൊണ്ട് നമുക്ക് ലൈക്ക് ഓടി കളിക്കാനേ പറ്റത്തുള്ളൂ, നിന്ന് കളിക്കാൻ പറ്റത്തില്ല. നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ അടിച്ച് നമ്മൾ പടമാക്കും. സോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അവിടെ ഇല്ല, മേൽപ്പൂരൊക്കെ മേളിൽ കണ്ടില്ലേ, ഇവനൊക്കെ ഏതാടാ നീയൊക്കെ ഏതാ. സോ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് ഒരു പിടി ഇതൊക്കെ കണ്ടില്ല, മണ്ടൊക്കെ കയറിയിരിക്കും. സോ നമുക്കൊരിക്കലും നിന്ന് കളിക്കാൻ പറ്റത്തില്ല കേസ്. ഞാൻ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുന്നത് എനിക്ക് അത് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ആയിരിക്കും. കാരണം ഞാൻ അതൊക്കെ റെഡി ആയിക്കോളാം. ഫ്രണ്ടുകൾ നിൽപ്പുണ്ടായിരുന്നു. സോ അവനെ അടിച്ച് നോക്കാം. കാരണം ഞാനിങ്ങനെ ഓടിക്കളിക്കാൻ റീൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ഏവനൊക്കെ ഒന്ന് അടിച്ച് നമ്മളെ പടമാക്കും. സോ ആ ലൂട്ടിൻ്റെ കൂടെ നമ്മൾ ലൂട്ടിൻ്റെ അവന്മാർ അടിച്ചിട്ട് പോകും. സോ ഫ്രണ്ടിൽ വേറെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. സോ ഫൈറ്റ് എടുത്തവന് ഫൈറ്റ് അടിച്ചുകൊണ്ടിരുന്നവനെ 2 അടിച്ച് നമ്മൾ ലോക്ക് ആക്കി. സോ അകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം 3 നോക്ക് കിട്ടി, 3 കില്ലും കംപ്ലീറ്റ് ആക്കി. നമുക്ക് പീക്കിന് അറിഞ്ഞതിന് അറൗണ്ട് 6 കില്ലാണ് തോന്നുന്നു. സോ 5 കില്ല് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൂട്ട് അടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം. കാരണം നിന്ന് കളിച്ചാലുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് റാങ്കിൽ 1v4 ആയതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ഏവനൊക്കെ എവിടെ നിന്നെങ്കിലും വന്ന് അടിക്കും. കാരണം ഒന്നാമത്തെ പീക്കിനകത്തായത് തന്നെ നല്ല പണിയും കിട്ടും, എവിടെ നിന്ന് വേണമെങ്കിൽ അടി കിട്ടും. ഒപ്പം നല്ല കവറിലാണെങ്കിൽ കൂടി പ്രശ്നമാണ്. സോ ഗൈസ് ഞാനിപ്പോൾ നോക്കുന്നത് എനിക്കൊരു പ്രോപ്പർ ഗണ്ണിനാണ്. കാരണം എനിക്കൊരു ഗണ്ണ് ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ഗണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MP40 സ്റ്റാറാക്കി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്, ലൈക്ക് ആ ഒരു കോമ്പിനേഷനാണ്. പക്ഷേ അത് കിട്ടിയിട്ടില്ല, ഞാൻ അതാണ് ഈ നോക്കിയിട്ടിരിക്കുന്നത്. സോ നമുക്ക് ആപ്റ്റായിട്ടൊരു ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിരിക്കും കളിക്കാൻ. സോ ഞാൻ അങ്ങനെ പോകുന്നത് ഈ മേൽക്കൂരിൻ്റെ മേളിൽ ഒരു ബഗിഡിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഓനെ എങ്ങനെയെങ്കിലും അടിച്ച് പടമാക്കണമെന്ന മൈൻഡ് സെറ്റിലാണ് ഞാനുള്ളത്. കാരണം അവനെ എങ്ങനെയെങ്കിലും അടിച്ച് കൊല്ലണം. അപ്പോൾ ഞാൻ നേരെ ഇവിടെ വന്നിട്ട് അവനെ അടിച്ച് പുറത്തിറക്കാൻ വേണ്ടി അത്യാവശ്യം ഇങ്ങനെ കിടന്ന് ഫൈറ്റ് ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഓൻ എന്തായാലും ഇറങ്ങി വന്നു.
അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഗൈസ് ഫ്രണ്ടിൽ നമ്മളെ ഗണ്ണ് ഞാൻ മാറ്റിയെടുക്കണം. ആ ഗണ്ണിൻ്റെ പേര് എനിക്കറിയത്തില്ല ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. സോ ഞാൻ വന്ന് നമ്മുടെ ഏജ് ചിപ്പോളുകൊണ്ട് തന്നെ സാവരിക്കൊണ്ട് നേരെ ചേഞ്ച് ആക്കിയിട്ട് മേളിൽ നിന്ന് അടിച്ചുകൊണ്ട് നല്ല ഡാമേജ് ചെയ്യുമ്പോഴത്തേക്കും ഗൈസ് അവൻ എന്തൊക്കെ ബോംബൊക്കെ പറഞ്ഞു തരുന്നു. ഇന്ന മോനെ നിന്നെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തല വെള്ളിയിലെടുത്തിട്ട മോനെ നിൻ്റെ തല വെള്ളിട്ട് അടിച്ചാക്കില്ല അവൻ്റെ സടിച്ച് അവൻ്റെ തല പൊട്ടിച്ച് ആ ഒരു കില്ല് ആകുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ റെഡൊക്കെ കാണും എന്ത് ആശ്വാസം എന്ന് അറിയാം. അവൻ്റെ ബഗിടത്തിൽ അവിടെ തന്നെ വെച്ച് തീർത്ത് കൊടുത്തു. സോ ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പേരോട്ട് പീക്കുന്ന 6 കില്ലായിട്ടുണ്ട് ഗൈസ്. ഹാപ്പി, നിങ്ങൾ ഹാപ്പി, ഞാനും ഹാപ്പി. ലൈക്ക് അടിക്കാം. ഇതെങ്ങാനും ബോട്ടെന്ന് നീയൊക്കെ പറയണം. കാരണം അതെല്ലാം പ്ലേയേഴ്സാണ്. നിൻ്റെയൊക്കെ ബോട്ട് എന്ന കമൻറ്റ് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ റാങ്ക് കളിച്ചത് ഗൈസ്. അതും ആക്ച്വലി PC കളിച്ചിട്ട് ഫോണിൽ കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടഫാണ്. കാരണം PC കളിച്ചിട്ട് ഫോണിൽ കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് എല്ലാം ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര കൊച്ചായിട്ടാണ് കാണുന്നത്. സോ എനിക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ കളിച്ചെടുത്ത് നമുക്ക് സെറ്റായി. ബട്ട് എനിവേ ഇറ്റ് വാസ് ഫൈൻ. കളിച്ച് സെറ്റാവും ഗൈസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിം പ്ലേ വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്തേക്കാം. പിന്നെ ഞാനിങ്ങനെ നിർത്താണ്ട് പറയുന്ന ഗൈസ് എനിക്കിതിങ്ങനെ ശീലമായുണ്ട്. പിന്നെ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഞാനത് മാറ്റിയേക്കാം. സോ ഗൈസ് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഈ ഓപ്പണിൽ കിടന്ന് കുറച്ച് ലൂട്ട് അടിക്കുന്നത് വിചാരിച്ചു. കാരണം ഗൈസ് എനിക്ക് ഇവിടെ ആക്ച്വലി ലൂട്ട് ഞാൻ ഉദ്ദേശിച്ച ഗണ്ണ് എൻ്റെ കൈ കിട്ടിയിട്ടില്ല. സോ ഒരു ഗണ്ണ് കിട്ടും വരെ എനിക്ക് ഇവിടെ കിടന്ന് ലൂട്ട് അടിച്ചല്ലേ പറ്റും. സോ അവിടെ ഓപ്പണിൽ കയറി നിങ്ങൾ ഒരിക്കലും ലൂട്ട് അടിക്കരുത്, കാരണം പണി കിട്ടും. പിന്നെ ഇവിടെ എനിമീസ് ഇല്ലാന്ന് ഞാൻ അത്രയും കൺഫേം ആക്കിയോണ്ടാണ് ഞാൻ ഈ ഓപ്പണിൽ കിടന്ന് കുറച്ച് ലൂട്ട് അടിക്കുന്നത്. കാരണം ബ്ലൂ ആണ് മസ്റ്റാണ്. കാരണം 1v4 നമുക്ക് ഓപ്പണിൽ നിന്ന് പെട്ടെന്ന് കവർ എടുക്കാൻ പറ്റത്തില്ല. 4 പേര് എവിടെ നിന്ന് വേണമെങ്കിലും അടിക്കും. സോ അങ്ങനെ കവർ എടുക്കാനൊരു ഓപ്ഷൻ ഇല്ലാത്ത ഞാൻ ഈ ബ്ലൂ ആളും MP40 കൂടുതൽ നോക്കിയിട്ടാണ്. സോ എനിക്കത് കിട്ടിയില്ല. പക്ഷേ എനിവേ നമ്മൾ ഒപ്പിക്കും. ഓക്കെ, സോ അങ്ങനെ പോകുന്ന എനിക്കൂടെ വേറെ ഏതൊരു എനിമി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ നേരെ അവനെ അടിക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് റഷ് ചെയ്തായിരുന്നു. കാരണം എനിക്ക് തോന്നിയിട്ടായിരിക്കും. അങ്ങനെ ഗൈസ് നേരെ ഇവിടെ അത്യാവശ്യം കുറച്ച് ലൂട്ട് ഇടുന്ന ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഗൈസ് നേരെ UMP കിടപ്പുണ്ടായിരുന്നു. സോ UMP കാരണം UMP ബെറ്റർ ആണ് ഗൈസ്. സോ ദാറ്റ് ഇസ് എ ഫൈൻ ഗൺ. സോ ആ ഗണ്ണും കൂടി എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ UMP എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ചെന്ന ടൈമിൽ ഗൈസ് അവിടെ വെടിക്കറ്റും കിടപ്പുണ്ട്. എടുക്കാനാണെങ്കിൽ സ്പേസും ഇല്ല. സോ നേരെ കിട്ടി UMP എടുത്തിട്ട് നേരെ ഫ്രണ്ടിലോട്ട് ചെന്ന ടൈമിൽ തന്നെ ഗൈസ് ഇടാ മോനെ MP40 ഇതൊന്നും നോക്കിയില്ല. UMP കളഞ്ഞിട്ട് MP40 എടുത്ത് ഇങ്ങനെ എനിക്കൊരു AK കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി, സെറ്റായി. സോ എൻ്റെ ടോക്കൺ ഉള്ളത് തന്നെ ഞാൻ നേരെ സ്റ്റോറിന് അവിടെ വന്ന് ഗ്ലൂ വാളും ബാഗും ഒക്കെ മേടിച്ച് സെറ്റാക്കി ഗൈസ്. അങ്ങനെ ഇനി ഇവിടെ നിന്ന് സ്കൂട്ടാവണം. ഇനി ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഗൈസ്. ഇവിടെ നിന്ന് സ്കൂട്ടാവണം. അതിന് മുമ്പ് എനിക്കൊരു പണി കിട്ടിയായിരുന്നു. അത് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് ഇപ്പോൾ സ്കൂട്ടാവാം ഗൈസ്. അത്യാവശ്യം ലൂട്ടും കാര്യം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒറ്റ പണി ഇവിടെ നിന്ന് ഇനി വരും മുമ്പേ A few moments later. കളിക്കുക. എടാ മോനെ ഫ്രണ്ടിൽ എത്തി ഗൈസ്. അപ്പം പറഞ്ഞു തീർത്തില്ല. സോ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ ബാഗ് എൻ്റെ ബാഗിക്കോട്ട് കൊണ്ടാണെന്ന് തോന്നുന്നു. ഓൻ എന്തായാലും ചതിട്ടില്ല. സോ നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റി. ഇനി അവൻ അടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഫ്രണ്ട് റഷ് ആക്കുന്ന ടൈമിൽ തന്നെ ഗൈസ് മേളിൽ വേറെ ഫൈറ്റ് കിടപ്പുണ്ട്. അതായത് നമ്മുടെ ഫാക്ടറിയുടെ അവിടെയും അതിൻ്റെ തൊട്ട് മേളിലായിട്ട് വേറെ ഫൈറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. സോ അവൻ എന്തായാലും അടിക്കണമല്ലോ, നമുക്ക് കില്ല് വേണമല്ലോ. ഏത് കുമ്മനടിച്ചിട്ടായാലും കില്ല് പറ്റും. കൺസേണിങ് അത്രേ ഉള്ളൂ ഗൈസ്. കില്ല് കിട്ടിയാൽ മതി. അതെങ്ങനെ എടുത്ത് എന്നതിലൊന്നും ഒരു കാര്യമില്ല. സോ നേരെ അത്യാവശ്യം നല്ല ഡാമേജ് എടുത്ത് കില്ലെടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ നിന്നവന് കേസ് നോക്കിയപ്പോഴത്തേക്ക് നല്ല അടി കിട്ടുന്നുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ എനിക്ക് വേറെ അടി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഗ്ലൂല ഞാൻ അടിച്ചു. സോ അത് കാര്യമാക്കില്ല. നേരെ ഇൻകർ അടിച്ചിട്ട് 4 സൈഡ് നോക്കി കാരണം അടി കിട്ടാൻ പാടില്ലല്ലോ. സോ അത് നോക്കിയ ശേഷം നേരെ ഒന്ന് നോക്കിയ കേസ് ഗണ്ണെടുത്ത് ആ പാറയിൽ അവിടെ ഇരുന്ന് പാല് വെടിച്ച് ഞാൻ പൊട്ടിച്ച് ആ ഒരു കില്ല് കംപ്ലീറ്റ് ആക്കി. ഹാപ്പി, സന്തോഷം. ഇങ്ങനെയൊക്കെ റെഡ് അടിക്കുന്നതാണ് എന്താ രസം പറയുക. അപ്പോൾ ആ ഒരു കില്ല് ഞാൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി സ്കൂട്ടാന്ന് വെച്ചു. കാരണം അപ്പുറത്ത് 2 സൈഡിൽ അടി കിടക്കുന്നുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് വരികയെ പറ്റും. നമുക്ക് ഒരു കില്ല് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സ്പോട്ട് ചെയ്യും. സോ അവിടെ നിൽക്കുന്നത് അത്ര നല്ല ബുദ്ധിയില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചാടണം, എന്തായാലും ചാടണം. സോ നേരത്തായിട്ടൊന്നും ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടാക്കി. അതായത് ഞാൻ ആ ഒരു പീക്കിലൂടെ കളിച്ചിട്ടുള്ള ടൈമിൽ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴത്തേക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡ് അല്ലെങ്കിൽ കോൾ കട്ടാക്കിയിട്ട് ഞാൻ വീണ്ടും ഗെയിം കളിച്ചു. അപ്പോൾ എനിക്ക് ഒരുമാതിരി സങ്കടമാണ്. കാരണം വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ട്. സോ ആ ടൈമിൽ നമ്മൾ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ വിളിച്ച് കാര്യം പറയാം. ഇതുപോലെയാണ് ഇങ്ങനെ റെക്കോർഡിംഗ് ആണെന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. സോ ഇത് കട്ടാക്കിയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ സങ്കടമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ സ്ക്രീൻ റെക്കോർഡും എല്ലാം പോസ്റ്റാക്കി വെച്ചിട്ട് ഞാൻ നേരെ ഇവിടുന്ന് കവർ എടുത്തിരുന്നു. പക്ഷേ അമ്മ വിളിച്ചിട്ട് പറഞ്ഞാൽ റെക്കോർഡിങ് കാര്യം പറഞ്ഞിട്ട് ഞാൻ മനസ്സിലായി. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സോ അപ്പോൾ എനിക്ക് കുറച്ച് ഓക്കെ തോന്നി. അത് നിങ്ങൾക്ക് ഒരുമാതിരി സങ്കടം തോന്നി. കാരണം അങ്ങനെ കോൾ കട്ടാക്കി. സോ നിങ്ങൾ എത്ര വലിയ ഗെയിമായാലും എന്ത് വലിയ കാര്യത്തിനായാലും കേസ് വീട്ടിൽ നിന്ന് കാര്യം വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേസ് നിങ്ങൾ കട്ടാക്കല്ലേ, എടുത്ത് സംസാരിക്കാം. കാരണം നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചോ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കാനായിരിക്കും വിളിക്കുക. സോ നിങ്ങൾ ഒരിക്കലും കട്ടാക്കല്ലേ കേസ്. എന്തായാലും നിങ്ങൾ അത് കൺസേൺ ആക്കണം. ഓക്കെ, സോ അതിവിടെ കിട്ടെ. ആൻഡ് ഞാൻ അവിടെ നേരെ വന്ന ടൈമിൽ ഒരു കില്ല് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരുത്തന്നെ അവിടെ അടിക്കുന്നുണ്ടായിരുന്നു. സോ റെഡ് അടിച്ചപ്പോൾ തന്നെ ഞാൻ നേരെ അടിച്ച് ആ ഒരു കില്ലങ്ങ് അടിച്ച് നോക്കാക്കി ആ ഒരു കില്ല കംപ്ലീറ്റ് ആക്കി.
കുമ്മനാണെങ്കിലും അത് കില്ലാണ്, അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ നേരെ അവിടെ നിന്ന് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം നേരെ താഴെ കൊണ്ടുവന്നു. കാരണം സോൺ ഇവിടെ, സോ അവന്മാരുടെ ഫൈറ്റ് എടുക്കട്ടെ. ഈ ടൈമിൽ നമുക്ക് സോണി കയറി കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ചാടി ഓടി ഇവിടെ വന്ന് സോണിനകത്ത് കയറാൻ വേണ്ടി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ വീട്ടിനകത്ത് ഒരു ബഗഡ ഒളിച്ചിരിപ്പുണ്ട്. സോൺ അടിക്കാൻ വേണ്ടി ഞാൻ നേരെ ഈ വീട്ടിനകത്ത് കയറി ക്യാമ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം മെസ്സ് കാണിക്കുന്ന 1-4 ആണ്. കില്ലൊക്കെ എടുക്കണമെങ്കിൽ കൂടി തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ എല്ലാത്തിനും പുറത്തിറങ്ങുന്നവനെ അടിച്ച് തല പൊട്ടിക്കാനാണ് നോക്കിയിരിക്കുന്നത്. ഈ ടൈമിൽ നമ്മൾ തന്നെ ചാടി കൊടുത്ത അവന്മാരെ നമ്മൾ അവിടെ അടിച്ച് സമാധിയാക്കും. സോ നമുക്ക് അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. സോ കിട്ടിയ ലാൻഡ് മൈൻ ഞാൻ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച്, കാരണം പറയാൻ പറ്റത്തില്ല ഏപ്പം വേണമെങ്കിൽ ചാടി കയറി വരും. സോ നമുക്കൊന്നും ഒരു സേഫ്റ്റിക്ക് ഞാൻ ലാൻഡ് മൈൻ എൻട്രൻസ് അടിച്ചിട്ടുണ്ട്. കാരണം സോൺ ഔട്ട് ആയതും വെളിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ലാൻഡ് ശ്രദ്ധിക്കത്തില്ല, ഓടി കയറി വരും. സോ അവിടെ ലാൻഡ് മൈൻ വെച്ചിട്ട് ഞാൻ നേരെ അവിടെ സേഫ് ആയിട്ട് നിൽക്കുകയായിരുന്നു ഗൈസ്, കാരണം എനിമി എവിടെയാണെന്ന് അറിയണമല്ലോ. സോ അങ്ങനെ നിന്നപ്പോൾ തന്നെ സോൺ ഔട്ടായി. സോ ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് ചാടിയിട്ട് മറ്റവൻ എന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. സോ ഞാൻ നേരെ അവൻ അടിക്കാൻ വേണ്ടി ഇവിടെ ബാക്ക് ചെയ്യുക വന്ന് ഈ വീട്ടിനകത്ത് കവർ എടുത്തിരിക്കുകയായിരുന്നു ഗൈസ്, കാരണം ഇപ്പോൾ അവൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി വരും ഉറപ്പാണ്. സോ അവൻ അടിക്കാൻ വേണ്ടി ഇവിടെ ചാടിയ ടൈമിൽ ഞാൻ വിചാരിച്ചു അവൻ ഓടി വന്ന ലാൻഡ് മൈനിലോട്ട് കയറുമെന്ന്. പക്ഷേ അവൻ കയറിയില്ല, നേരെ എൻ്റെ നെഞ്ചത്തോട്ട് വന്നു. സോ നേരെ അവനടിച്ച് നല്ല ഡാമേജ് കൊടുത്തു എൻ്റെ തൊണ്ട. അതിനുശേഷം ഗൈസ് ചെന്ന് അവൻ നല്ല ഡാമേജ് എടുത്ത് ഗ്ലൂ ഇടും. നമ്മളെ ഗ്ലൂ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഗ്ലൂ അടിക്കുക. ഐ മീൻ ഫൈറ്റ് എടുത്ത ഉടനെ ഗ്ലൂ ഇടുക നല്ല അഡ്വാൻറ്റേജ് ആയിരിക്കും, കാരണം കവർ എടുക്കാൻ പറ്റിയ ഓപ്ഷൻ ആയിരിക്കും. സോ ഗ്ലൂ ഇട്ടിട്ട് അടിച്ച് അവൻ ഞാൻ കില്ലെടുത്ത് ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് വണ്ടി എൻ്റെ നെഞ്ചത്തോട്ട് തെറ്റുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കവർ എടുത്തിട്ട് നേരെ മെഡ് അടിച്ചിട്ട് നേരെ അവിടെ സ്കൂട്ടാവെന്ന് വെച്ചു. കാരണം ഇനി ഏതായാലും 1v2 ആണ്. ഓക്കെ, സോ 1v4 1v3 ആണ്. സോ പണി കിട്ടും. സോ അവർ വണ്ടി കിടന്ന് കറങ്ങുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരെ റഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കയറി ഗ്ലൂ ഇട്ടിട്ട് നേരെ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഒരു ബഗിടത്തെ ഓടി വരുന്നത് എൻ്റെ നെഞ്ചിലൊക്കെ ഞാൻ ഓനടിച്ച് അപ്പത്തന്നെ നോക്കാക്കി. കൈസാ വെബ് കെബിക്കാണ് എന്നില്ലേ പേടിച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത്. കാരണം ഇതെങ്ങാനും തോറ്റിട്ട് എനിക്ക് അറ്റാക്ക് വരും. കാരണം എത്രാത്ത മാച്ച് എന്താ അറിയോ. സോ അവനെ അടിച്ച് നോക്കാക്കി എപ്പോഴും എനിക്കിതാ സംഭവിക്കുന്നത്. ഇങ്ങനെ നന്നായിട്ട് കളിച്ചിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഏവനെങ്കിലൊക്കെ വടക്കി അടിച്ച് എന്നെ ഏതെങ്കിലും തെക്ക് തൊട്ട് മുകളിലോട്ട് കൊടുക്കും. കാരണം ഇതാണ് എനിക്ക് എപ്പോഴും പറ്റുന്നത് കേസ്. അങ്ങനെ ആ ഒരു കില്ല് അവിടെ കംപ്ലീറ്റ് ആക്കിയ ടൈം എനിക്കൊരു അബദ്ധം പറ്റി കേസ്. കാരണം അവൻ്റെ ഒരു ഗ്രോസ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഗ്രോസ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഗ്രോസയ്ക്ക് പകരം MP40 മാറിയിട്ടും ഗ്രോസയും AUG ആയിപ്പോയി കേസ്. 2 ലോങ് റേഞ്ച് ആണ്, 1v1 ആണ്. ഫ്രണ്ടിൽ ആ പടം ഒരു ഇനിമിയും കൂടെ ഉള്ളൂ. സോ 1v1 ആയിട്ട് ഞാനിപ്പോൾ എന്താക്കാനാണ് ഈ ലോങ് റേഞ്ച് വെച്ചിട്ടും ഉള്ള കളി കളിക്കാൻ വേണ്ടി മീൻസ്. അങ്ങനെ ഞാൻ ആ ഒരു ഗണ്ണ് അവിടെ നിന്ന് എടുത്തിട്ട് ഇനിയിപ്പോൾ എന്ത് വരട്ടെ അവൻ അടിച്ചല്ലേ പറ്റും. സോ ഫ്രണ്ടിൽ ഇപ്പോൾ ഞാൻ സ്കോപ്പ് ചെയ്തു, എനിക്ക് നല്ല ഡാമേജ് ഒന്നും കവർ തന്നെ എന്തായാലും കളിക്കത്തുള്ളൂ. ഞാനത് മണ്ടത്തിലൊന്നും കാണിക്കത്തില്ല. സോ മാക്സിമം കവറിൽ നിന്ന് തന്നെ കളിക്കുക കേസ്. അങ്ങനെ ഞാൻ നേരെ ഗ്രോസ് എടുത്ത് ചാടി അടിച്ചപ്പോഴത്തേക്ക് അവൻ ആ ഗ്ലൂ കിട്ടും. ഒന്നും നോക്കിയാൽ കേസ് വീട്ടിനകത്ത് കയറി, കാരണം പണി കിട്ടും നല്ല പണി കിട്ടും. ഞാൻ വീട്ടിനകത്ത് കയറ്റി ഇവിടെ കവർ എടുത്തു, കാരണം ഓടി വരുവാണെങ്കിൽ അടിക്കാന്ന് വെച്ചാൽ സോ വന്നില്ല. ഞാൻ വീണ്ടും അവിടെ പ്ലേസ് മാറ്റി, കാരണം അവന് ലൊക്കേഷൻ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നേരെ ഒരു ഫൈറ്റ് കൊടുത്തതിന് ശേഷം നേരെ ഫ്രണ്ടിൽ കയറി നല്ല അടി കൊടുത്തിട്ട് അവൻ ഗ്ലൂ കിട്ടും, ഞാൻ ഗ്ലൂ കിട്ടും. ഞാൻ ഈ വീട്ടിനകത്ത് കവർ എടുത്തു, കാരണം അവൻ അപ്പുറത്തോട് വീട്ടിനകത്ത് കയറി ഒന്ന് അടിക്കാൻ പ്ലാനിലാണ് ഞാൻ. പക്ഷേ അവനെ കയറി വന്നില്ല. നേരെ ഞാൻ വെളിയിറങ്ങി ഗ്രോസ് എടുത്തു അടിച്ചു. അവനെ ഞാൻ അവിടെ കൊന്നിട്ട് ചത്താണ് കളിച്ച. അവസാനം കേസ് ബോയ് കിട്ടി. ഹാപ്പി, ഞാൻ ഹാപ്പി, നിങ്ങൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. സോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഗെയിംലെസ് കാര്യങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് കൂടി ചെയ്തേക്കാം. അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്തേക്കാം. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ, ലവ് യു. അപ്പം മോനെ ഹാപ്പി അല്ലേ?